ബേസിക്കലി നല്ലൊരു CA കഴിഞ്ഞിട്ടുള്ള ഒരാൾ ഫങ്ഷണൽ കൺസൾട്ടന്റ് പ്രൊഫൈലോട്ട് വന്ന് ഒരു 5 year എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ കേരളത്തിലെ അയാൾക്ക് സാലറി എന്ന് പറയുന്നത് ഒരു 25 to 30 lakh ആയിരിക്കും. അത്രയുണ്ട്. അതെ. ഈ സ്വാഭാവികമായിട്ടും ERP സിസ്റ്റംസ് ഒരുമാതിരിപ്പെട്ട ആളുകളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ഇതൊരു ഭയങ്കര വലിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട് അല്ലേ? ഇപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസിൽ ERP സോഫ്റ്റ്വെയർസ് നൽകുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്? ഈ ഒരു പെർട്ടിക്കുലർ ERPക്ക് വേൾഡ് വൈഡ് സാധ്യതയുണ്ട്. ഇപ്പോൾ GCC മാത്രമല്ല, ബേസിക്കലി എന്താ പറയുക, യൂറോപ്പിലും ആണെന്നുണ്ടെങ്കിലും എല്ലായിടത്തും വേൾഡ് വൈഡ് നമുക്ക് സാധ്യതകളുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പോഡ്കാസ്റ്റിംഗ് കേൾക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒരു ERP സിസ്റ്റം ഒരു ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് വരുമ്പോൾ എന്ത് കോസ്റ്റാണ് വരിക? കോസ്റ്റ് ആക്ച്വലി ERP സിസ്റ്റം ഒരു കമ്പനിയിൽ ഇംപ്ലിമെന്റ് ചെയ്തതുകൊണ്ട് കമ്പനിക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്താണ്? ഒരു ERP സിസ്റ്റം ഒരു കമ്പനിയിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മുടെ പോഡ്കാസ്റ്റിൽ എപ്പോഴും വ്യത്യസ്ത രൂപത്തിലുള്ള ബിസിനസ് ചെയ്യുന്ന ആളുകളേക്കെയും അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സുകാർക്ക് ആവശ്യമായിട്ടുള്ള പുതിയ പുതിയ ആശയങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ പോഡ്കാസ്റ്റിൽ കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ERPയെ കുറിച്ചുള്ളതാണ്. അപ്പോൾ ERP സിസ്റ്റം നമ്മുടെ ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റമാണ് വരുന്നത് എന്നുള്ളതും ERP സിസ്റ്റം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന തൊഴിലവസരങ്ങളും അതെങ്ങനെയൊക്കെ പഠിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എൻ്റെ കൂടെയുള്ളത് D365 സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് HR ആയിട്ടുള്ള മനൂപാണ്. മനൂപ് ഈ ഒരു മേഖലയിൽ വളരെയധികം പഠനം നടത്തുകയും ചെയ്യുന്നതാണ്. അപ്പോൾ കറക്റ്റ് ആളെ തന്നെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. താങ്ക് യു സോ മച്ച്. നമ്മുടെ ആളുകൾക്ക് ERPയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് അവയർനെസ് നമുക്ക് എന്തായാലും ഈ ഒരു ടോപ്പിക്കിൽ കൊടുക്കാം. ഇപ്പം എത്ര നാളായി ഇവിടെ HR ആയിട്ട് വർക്ക് ചെയ്യാൻ കമ്പനി? ഞാനിപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് ഒരു 4 വർഷമായി ഈ ഒരു കമ്പനിയിൽ HR ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ആണല്ലേ? ടോട്ടൽ HR എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ എനിക്കൊരു 12 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, പല ഇൻഡസ്ട്രിയിലായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്. അതെ. അപ്പോൾ നമുക്കിന്ന് എന്തായാലും ERP എന്താണെന്നും അതുപോലെ തന്നെ ERP ഒരാൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നും അറ്റ് ദ സെയിം ടൈം ERP മുന്നോട്ട് വെക്കുന്ന തൊഴിലവസരങ്ങൾ എന്താണെന്നും പിന്നെ പഠിച്ച എന്ത് സാലറി കിട്ടും ആൾക്കാർക്ക് മെയിനായിട്ട് അറിയേണ്ട ആ ഒരു കാര്യമായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് എന്താണ് ഈ ആക്ച്വലി ERP എന്ന് പറയുന്നത്? ഓക്കെ, സോ ഇപ്പോഴത്തെ ERP എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇത് ഓർഗനൈസേഷൻസിൽ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ബേസിക്കലി ഒരു ഓർഗനൈസേഷന്റെ ബിസിനസ് പ്രോസസ്സ് അതെല്ലാം ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ബേസിക്കലി ERP എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് പോപ്പുലർ ERP എന്ന് പറയുന്നത് നമുക്ക് കേട്ടിട്ടുണ്ടാവും, SAP കേട്ടിട്ടുണ്ടാവും, ഒറാക്കിൾ കേട്ടിട്ടുണ്ടാവും, ഒറാക്കിൾ ക്ലൗഡ് കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ ബേസിക്കലി ഒരു ERPs ആണ്. ഓക്കെ, ഈ ERP എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷന്റെ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓർഗനൈസേഷന്റെ എല്ലാ പ്രോസസ്സും ഓട്ടോമേറ്റഡ്, മെയിൻലി ഫിനാൻസ് അല്ലെങ്കിൽ ഫിനാൻസ്, പിന്നെ HR ആൻഡ് പേറോൾ, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, അതേമാതിരി നമ്മുടെ മാനുഫാക്ചറിങ്, റീറ്റെയിൽ, ഇങ്ങനെയുള്ള പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും ഒരു ഓർഗനൈസേഷനിൽ. ഈ ഡിപ്പാർട്ട്മെന്റ്സിനെല്ലാം ഏകീകരിച്ച് ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ആക്കുന്ന ഒരു ഇതാണ് ERP എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പുറമായിട്ട് ഒരു ERP സിസ്റ്റം ഒരു കമ്പനിയിൽ ഇംപ്ലിമെന്റ് ചെയ്തതുകൊണ്ട് കമ്പനിക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്താണ്? ഒരു ERP സിസ്റ്റം ഒരു കമ്പനിയിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് ഉദാഹരണം ഇപ്പോൾ ഞാൻ ഈ ബാധക്കയുടെ കുറച്ച് ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു, നമ്മുടെ യൂസുഫ് അലിയുടെ. ആദ്യം അദ്ദേഹത്തിന്റെ ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ സാറ് പറഞ്ഞ് ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ സെയിം ആക്ച്വലി ഈ ഒരു ERP ഒരു സിസ്റ്റത്തിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിസ്റ്റം ഓട്ടോമേറ്റ് ആവാണ് ബേസിക്കലി ചെയ്യുന്നത്. ഓട്ടോമേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ആവും, ഒരു സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷന്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ആവും. നമ്മൾ ഈ ERP യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് നൂതന സാങ്കേതിക വിദ്യകൾ ഒരുപാടുണ്ട്. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI, ബിസിനസ് ഇന്റലിജൻസ്, BI, പിന്നെ പ്രോസസ് ഓട്ടോമേഷൻ, റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു ERP നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മാനേജ്മെന്റിന് ഒരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് വളരെ പ്രിസൈസ് ആയിരിക്കും, വളരെ ആക്യുറേറ്റ് ആയിരിക്കും. അവന്റെ ബിസിനസ്സിൽ എവിടെയാണ് ഗ്രോത്ത് അല്ലെങ്കിൽ എവിടെയാണ് ഡൗൺ ആകുന്നുള്ള സിസ്റ്റം പറഞ്ഞു തരും ബേസിക്കലി. അത് കൂടാതെ ആ ഒരു സിസ്റ്റത്തിന്റെ ഡാറ്റ സെക്യൂരിറ്റി, ആ ഒരു ഓർഗനൈസേഷന്റെ ഡാറ്റ സെക്യൂരിറ്റി വളരെയധികം ഹൈ ആയിരിക്കും. പിന്നെ അതേമാതിരി
അതേമാതിരി തന്നെ ആ സിസ്റ്റത്തിൻ്റെ ഒരുപാട് ഇതേമാതിരി ഒരുപാട് അഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ERP നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ലഭിക്കുന്നതാണ്. ഈ ആക്ച്വലി ഇപ്പം നിങ്ങളുടെ ഒരു ലൈഫ് കരിയർ എക്സ്പീരിയൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട മിക്ക കമ്പനികളും വളർന്നു വരുന്ന കമ്പനികൾ അവരുടെ ബിസിനസ്സിലേക്ക് ERPs ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടല്ലേ? അതിന്റെ ഒരു റിഫ്ലക്ഷനും അവരുടെ ബിസിനസ്സിൽ കാണാനായിട്ട് പറ്റും. ബേസിക്കലി ഒരു ബിസിനസ് സ്ഥാപനം ഒരു ലെവൽ വിട്ട് കഴിഞ്ഞാൽ അത് മാനുവലായിട്ട് റൺ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഒരു ലെവൽ വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു സിസ്റ്റം വേണം, ഒരു ERP സിസ്റ്റം അവരുടെ ഒരു എന്താ പറയാ സിസ്റ്റത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യണം. അതല്ലെന്നുണ്ടെങ്കിൽ അത് മാനുവലി കൊണ്ട് നടക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിനാണ് ബേസിക്കലി ERP നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഒരു സിസ്റ്റമാറ്റിക് ആവും. അതെ, ഫോർ എക്സാമ്പിൾ പ്രൊഡക്ഷൻ, സെയിൽസ്, അക്കൗണ്ടിങ് അല്ലെ, ലേബർ കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്താവും. ഈ സാധാരണ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പോഡ്കാസ്റ്റിംഗ് കേൾക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒരു ERP സിസ്റ്റം ഒരു ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് വരുമ്പോൾ എന്ത് കോസ്റ്റ് ആകാൻ പറ്റും? എന്ത് കോസ്റ്റാ വരിക? കോസ്റ്റ് ആക്ച്വലി ഡിപ്പെൻസ് ആണ്. പലതരം ERP സിസ്റ്റം ഞാൻ നേരത്തെ പറഞ്ഞു, പലതരം ERP സിസ്റ്റംസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. SAP ഒന്നാണ്, ഒറാക്കിൾ ഒന്നാണ്. ഞങ്ങൾ ആക്ച്വലി ഇംപ്ലിമെന്റ് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റിന്റെ ERP സിസ്റ്റം ഉണ്ട്, ഡൈനാമിക്സ് 365. മൈക്രോസോഫ്റ്റിന്റെ ഡൈനാമിക്സ് 365 അത് ബേസിക്കലി മൈക്രോസോഫ്റ്റിന്റെ പ്രൊഡക്റ്റ് ആണ്, ഡൈനാമിക്സ് 365. ആ ERP ആണ് ഇപ്പൊ ആക്ച്വലി വേൾഡിലെ ഒരു ലീഡിംഗ് ERP സിസ്റ്റം. നമ്മൾ അതിന്റെ ഇംപ്ലിമെന്റേഷൻ ആണ് ചെയ്യുന്നത്. ആക്ച്വലി മൈക്രോസോഫ്റ്റിന്റെ ഡൈനാമിക്സ് 365 ഇംപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്, വളരെ എക്സ്പെൻസീവ് ആണ്. അതെ, അത് ഒരു സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിന് അത് താങ്ങാൻ ബുദ്ധിമുട്ടാണ്. ഈ സ്വാഭാവികമായിട്ടും ERP സിസ്റ്റംസ് ഒരുമാതിരിപ്പെട്ട ആളുകളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ഇതൊരു ഭയങ്കര വലിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട് അല്ലേ? ഇപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസിൽ ERP സോഫ്റ്റ്വെയർസ് നൽകുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്? ഓക്കെ, ഇപ്പോൾ അതൊക്കെ നമ്മുടെ ഓർഗനൈസേഷൻ നേരത്തെ പറഞ്ഞു, നമ്മൾ മൈക്രോസോഫ്റ്റിന്റെ ERP ഡൈനാമിക്സ് 365 എന്നൊരു ERP ആണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ബേസിക്കലി ഞങ്ങളുടെ ദുബായിലാണ് നമ്മുടെ പാരന്റ് ഓർഗനൈസേഷൻ, ദ സൊല്യൂഷൻ കൺസൾട്ടിംഗ് എന്ന് FSHC എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷനാണ് നമ്മുടെ പാരന്റ് ഓർഗനൈസേഷൻ. ബേസിക്കലി നമ്മുടെ പാരന്റ് ഓർഗനൈസേഷൻ മൈക്രോസോഫ്റ്റിന്റെ ഒരു ഗോൾഡ് ക്ലൗഡ് പാർട്ണർ ഓർഗനൈസേഷനാണ്. ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് മൈക്രോസോഫ്റ്റിന്റെ ഒരു പ്രീബിൽറ്റ് ആപ്ലിക്കേഷനാണ് ഈ ഡൈനാമിക്സ് 365 എന്ന് പറയുന്നത്. ഈ ഒരു പ്രീബിൽറ്റ് ആപ്ലിക്കേഷൻ ആക്ച്വലി മൈക്രോസോഫ്റ്റിന് നേരിട്ട് ഒരു ഓർഗനൈസേഷനിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കില്ല. അതിനാണ് മൈക്രോസോഫ്റ്റ് നമ്മളുടെ പോലെയുള്ള പാർട്ണർ ഓർഗനൈസേഷൻസിനെ കണ്ടെത്തി ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പാർട്ണർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് പല ലെവൽസ് ഉണ്ട്. ബേസിക്കലി പാർട്ണർ ഓർഗനൈസേഷൻസ് ഉണ്ട്, മൈക്രോസോഫ്റ്റ് ഗോൾഡ് പാർട്ണർ ഓർഗനൈസേഷൻസ് ഉണ്ട്, മൈക്രോസോഫ്റ്റ് ഗോൾഡ് ക്ലൗഡ് പാർട്ണർ ഓർഗനൈസേഷൻ ഉണ്ട്. നമ്മൾ ആക്ച്വലി മൈക്രോസോഫ്റ്റിന്റെ ഗോൾഡ് ക്ലൗഡ് പാർട്ണർ ഓർഗനൈസേഷൻ. അപ്പോൾ നമ്മുടെ ഒരു കമ്പനിയിൽ നോക്കണമെങ്കിൽ ഞങ്ങളിപ്പോൾ ഒരു 120 എംപ്ലോയീസ് ഉള്ള ഒരു ഓർഗനൈസേഷനാണ് ഗ്ലോബലി. അപ്പോൾ നമ്മുടെ ഓർഗനൈസേഷനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മെയിൻലി ഇതിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റി വരുന്നത് ഫങ്ഷണൽ കൺസൾട്ടന്റ് എന്നൊരു വിഭാഗത്തിലാണ്. ഫങ്ഷണൽ കൺസൾട്ടന്റ് ഒരു IT കമ്പനി എടുക്കുക. ഒരു IT കമ്പനി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മെയിൻലി നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട് IT കമ്പനിയിൽ എന്താണ് സംഭവിക്കുന്നത്. അവിടെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആണ് നടക്കുന്നത്. അവിടെ എന്താണ് CPP, .NET, Java, PHP ഇതേമാതിരിയുള്ള ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്. ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് വെച്ചിട്ട് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുക, അതാണ് നമ്മുടെ ഒരു എല്ലാവരുടെയും ഒരു ധാരണ. ആക്ച്വലി IT സെക്ടറിൽ കൊമേഴ്സ് പഠിച്ചവർക്കും ഒരുപാട് സാധ്യതകളുണ്ട്. അതെ, അതിലൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഈ ഒരു ഫങ്ഷണൽ കൺസൾട്ടന്റ് പ്രൊഫൈൽ. ഇത് വളരെ എന്താ പറയുക, നല്ലൊരു ജോലി സാധ്യതയും നല്ലൊരു എന്താ പറയുക, ഒരു സാലറി സ്കെയിൽ നോക്കുകയാണെങ്കിൽ വളരെ ഹൈലി പെയ്ഡ് ആയിട്ടുള്ളൊരു ജോബാണ് ഫങ്ഷണൽ കൺസൾട്ടന്റ്. അപ്പോൾ ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ, ബേസിക്കലി ഒരു ഓർഗനൈസേഷൻ നമ്മുടെ മൈക്രോസോഫ്റ്റ് ഈ ഒരു ഡൈനാമിക്സ് 365 എന്നൊരു ERP ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നു. അപ്പോൾ നമ്മുടെ പോലുള്ള ഒരു പാർട്ണർ ഓർഗനൈസേഷനാണ് ബേസിക്കലി അത് ഇംപ്ലിമെന്റ് ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഒരു ERP എന്നുള്ളൊരു ബേസിക്കലി ഒരു ERP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ERPയിൽ ഒരുപാട് മോഡ്യൂൾസ് വരുന്നുണ്ട്. അതായത് ഫിനാൻസ് മോഡ്യൂൾ വരുന്നുണ്ട്, റീറ്റെയിൽ മോഡ്യൂൾ വരുന്നുണ്ട്, സപ്ലൈ ചെയിൻ മോഡ്യൂൾ വരുന്നുണ്ട്, HR ആൻഡ് പേറോൾ മോഡ്യൂൾ വരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് മോഡ്യൂൾസ് വരുന്നുണ്ട്. ഇതൊക്കെ ഒരൊറ്റ പ്ലാറ്റ്ഫോമിലാക്കുന്ന ഒരു ഇതിനാണ് നമ്മൾ ERP എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഓർഗനൈസേഷൻ ആ ഓർഗനൈസേഷനിൽ ERP ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ഇൻഹൗസ് നമുക്ക് കൺസൾട്ടൻസ് ഉണ്ട്, അതായത് ഫങ്ഷണൽ കൺസൾട്ടൻസ് ഉണ്ട്. ഓക്കെ, ഫങ്ഷണൽ കൺസൾട്ടൻസ് തന്നെ
ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അതായത് ഫിനാൻസ് ഫങ്ഷണൽ കൺസൾട്ടൻസ് ഉണ്ട്, റീറ്റെയിൽ ഫങ്ഷണൽ കൺസൾട്ടന്റ് ഉണ്ട്, സപ്ലൈ ചെയിൻ ഫങ്ഷണൽ കൺസൾട്ടൻസ് ഉണ്ട്, HR ആൻഡ് പേറോൾ ഫങ്ഷണൽ കൺസൾട്ടൻസ് ഉണ്ട്, അങ്ങനെ മാനുഫാക്ചറിങ് കൺസൾട്ടൻസ് ഉണ്ട്, അങ്ങനെ പലതരം ഫങ്ഷണൽ കൺസൾട്ടൻസ് ഉണ്ട്. അപ്പോൾ ഈ ഫങ്ഷണൽ കൺസൾട്ടൻസ് ആണ് ബേസിക്കലി ആ ഒരു ഓർഗനൈസേഷനിൽ പോയി അവരുടെ കൺസേൺ ഡിപ്പാർട്ട്മെന്റ്സ്, ഫിനാൻസ് ആണെന്നുണ്ടെങ്കിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലാണ് നമ്മുടെ ഫിനാൻസ് കൺസൾട്ടൻസ് പോയി ഓരോ ഡിപ്പാർട്ട്മെന്റ് ഓരോ കൺസൾട്ടൻസ്മാർ പോയിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അല്ലേ? അതെ, അതായത് അവർ പോയി ആദ്യം തന്നെ അവരുടെ റിക്വയർമെന്റ് ആദ്യം കളക്ട് ചെയ്യും. ഓരോ ഫങ്ഷണൽ കൺസൾട്ടൻസ് ആ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് അവിടുത്തെ കീ പേഴ്സൺ ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡോ അങ്ങനെ ആരെങ്കിലും ഉണ്ടാവും. അവരായിട്ട് ഡിസ്കസ് ചെയ്ത് അവരുടെ റിക്വയർമെന്റ് ആദ്യം കളക്ട് ചെയ്യും. എന്തിനാണ് അവർ ഈ ഒരു പർട്ടിക്കുലർ ERP ചെയ്യുന്നത്, എന്തൊക്കെയാണ് അവരുടെ റിക്വയർമെന്റ്സ്, ഇവർക്ക് എന്തൊക്കെ ടൈപ്പ് റിപ്പോർട്ട്സ് ആണ് വേണ്ടത്, അങ്ങനെ ഒരുപാട് റിക്വയർമെന്റ്സ് ഉണ്ടാവും ഒരു ഓർഗനൈസേഷൻസിന്. അപ്പോൾ ആ ഒരു റിക്വയർമെന്റ്സ് ഇവർ ആദ്യം കളക്ട് ചെയ്യും, അനലൈസ് ചെയ്യും. ഈ റിക്വയർമെന്റ്സ് നമുക്ക് എന്നിട്ടാണ് ഇവർ സാധനം ചെയ്യുന്നത്. അതെ, ഫങ്ഷണൽ കൺസൾട്ടന്റുമാർ ആക്ച്വലി ഇപ്പോൾ വലിയ വലിയ കമ്പനികളിൽ പോയിട്ട് അതിന്റെ ഡാറ്റയും കാര്യങ്ങളൊക്കെ എടുക്കുന്നു. അതെ, എന്നിട്ട് ഇത് നോക്കുന്നത് ടെക്നിക്കൽ കൺസൾട്ടന്റിലേക്കാണ് അല്ലേ? അതെ. അപ്പോൾ ഒരാൾക്ക് ടെക്നിക്കൽ കൺസൾട്ടന്റ് ആകാനും പറ്റും അല്ലേ? തീർച്ചയായിട്ടും. ഇതിലെങ്ങനെയാന്ന് വെച്ചാൽ അതിന്റെ പ്രോസസ്സ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫങ്ഷണൽ കൺസൾട്ടന്റ് അവർ നമ്മുടെ ഒരു ക്ലയന്റിന്റെ അടുത്ത് പോകുന്നു, അവർ റിക്വയർമെന്റ്സ് ഗ്യാദർ ചെയ്യുന്നു, എങ്ങനെയാണത് അവരുടെ എന്തൊക്കെയാണ് അവരുടെ റിക്വയർമെന്റ്സ് എന്നുള്ള കാര്യങ്ങൾ അവർ ഗ്യാദർ ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു. ഇതിനുശേഷം അവരൊരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കി കസ്റ്റമറിന് കൊടുക്കുന്നു. അവരത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ബേസിക്കലി ആ ഒരു ബ്ലൂ പ്രിന്റ് നമ്മുടെ ടെക്നിക്കൽ കൺസൾട്ടൻസിനാണ് എത്തുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡൈനാമിക്സ് 365 ERP എന്നതുള്ളത് ഒരു മൈക്രോസോഫ്റ്റിന്റെ ഒരു പ്രീ ബിൽറ്റ് ആപ്ലിക്കേഷനാണ്. ഓൾറെഡി ഒരു പ്രീ ബിൽറ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ടെക്നിക്കൽ കൺസൾട്ടൻസ് ഉണ്ട്, അവരാണ് ഈ ഒരു ആപ്ലിക്കേഷനെ കസ്റ്റമൈസ് ചെയ്യുന്നത്. കസ്റ്റമറിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് ഈ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ കസ്റ്റമൈസ് ചെയ്യുന്നത് ടെക്നിക്കൽ കൺസൾട്ടൻസ് ആണ്. അപ്പോൾ നമുക്ക് പലതരം പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്, അതായത് X++ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്. ഇത് വെച്ചിട്ടാണ് ഇവർ ഈ ഒരു പർട്ടിക്കുലർ സിസ്റ്റം കസ്റ്റമൈസ് ചെയ്യുന്നത്. കസ്റ്റമൈസ് ചെയ്ത് ഇതിൻ്റെ അടുത്ത ഫേസ് ആണ് ഡാറ്റ ഇൻ്റഗ്രേഷൻ. അവരുടെ ഡാറ്റയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മുടെ ക്ലയൻറ്റിൻ്റെ. ആ ഡാറ്റ ഈ ഒരു സിസ്റ്റത്തിലോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇംപ്ലിമെന്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ ടെക്നിക്കൽ ഒരുമിച്ചാണ് ചെയ്യുന്നത്. അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഒരു ഫങ്ഷണൽ കൺസൾട്ടന്റ് ആകാം? ഫങ്ഷണൽ കൺസൾട്ടന്റ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മൾ പലതരത്തിലുള്ള ഫങ്ഷണൽ കൺസൾട്ടൻസ് ഉണ്ട്. ഫിനാൻസ് ഫങ്ഷണൽ കൺസൾട്ടൻസ് ഉണ്ട്, സപ്ലൈ ചെയിൻ ഉണ്ട്, റീറ്റെയിൽ ഫങ്ഷണൽ കൺസൾട്ടൻസ് ഉണ്ട്, HR ആൻഡ് പേറോൾ ഫങ്ഷണൽ കൺസൾട്ടൻസ്. അപ്പോൾ നമ്മളൊരു ഫിനാൻസ് ഫങ്ഷണൽ കൺസൾട്ടന്റിന്റെ കാര്യം എടുക്കുക. ഇപ്പോൾ ഒരു ഫിനാൻസ് ഫങ്ഷണൽ കൺസൾട്ടന്റ് എന്നുള്ള റോളിലോട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത് മെയിൻലി ഒരു CA ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ, അതെ, അല്ലെങ്കിൽ ഒരു CSME ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ. അവർക്ക് നല്ല സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ മെയിൻലി ഈ ഒരു കൺസൾട്ടന്റ് ഫീൽഡിലോട്ട്, ഇപ്പോൾ ഫിനാൻസ് ഫങ്ഷണൽ കൺസൾട്ടന്റ് ഫീൽഡിലോട്ട് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നു. നേരെ മറിച്ച് സപ്ലൈ ചെയിൻ ആണെന്ന് നോക്കിയാൽ ഒരു MBA ഇൻ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് അല്ലെങ്കിൽ MBA ഇൻ ലോജിസ്റ്റിക്സ് കഴിഞ്ഞിട്ട് ഒരു 5 or 6 years എക്സ്പീരിയൻസ്, ഈ സപ്ലൈ ചെയിൻ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ സപ്ലൈ ചെയിൻ ഫങ്ഷണൽ കൺസൾട്ടൻസ് ആയിട്ട് എടുക്കുക. HR ആണെന്നുണ്ടെങ്കിൽ MBA ഇൻ HR പ്ലസ് ഒരു 5 to 10 year എക്സ്പീരിയൻസ് HR ഉള്ള എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെയാണ്. പേറോളിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെയാണ് നമ്മൾ HR ഫങ്ഷണൽ കൺസൾട്ടൻസ് ആയിട്ട് നമ്മൾ എടുക്കുക. അപ്പൊ ഇവർക്കൊക്കെ നല്ല ജോലി സാധ്യതയുണ്ട് അല്ലേ? നോർമലി ഇവർക്കൊക്കെ ഉണ്ട്. ഇപ്പൊ നിങ്ങളിപ്പോൾ HR നിൽക്കുന്ന ഒരാളെന്ന രൂപത്തിൽ ഇവർക്കൊക്കെ എന്താണ് ആനുവലി ഏൺ ചെയ്യാൻ പറ്റുന്നത്? ഇപ്പൊ നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയണമെങ്കിൽ. ഓക്കെ, അതിലൊരു കാര്യം ഞാൻ ചോദിക്കാം. ഇപ്പോൾ ഒരു CA ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾ കേരളത്തിൽ, നമ്മളൊരു CA ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ആനുവൽ ഇൻകം എത്രയായിരിക്കും? എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു മന്ത്ലി ഇയർലി അവരൊരു 10 lakh. ഓക്കെ, മേ ബി ഒരു 10 to 15 lakhന്റെ ഇടയിൽ വരുമെന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, ഒരു 5 വർഷം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾക്കാർ. 5 വർഷം അപ്പൊ അതിൽ കൂടില്ലേ? അതെ, 5 വർഷം എക്സ്പീരിയൻസ്, അതായത് എല്ലാ ആൾക്കാണ് ഇത് കിട്ടുന്നത്. അതെ, എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് ഒരു കേരളത്തിൽ ആനുവലി ഒരു മേ ബി ഒരു 10 to 15 lakhs ആയിരിക്കും അയാളുടെ സാലറി. ഓക്കെ, നേരെ മറിച്ച് ഒരു ഫങ്ഷണൽ CA കഴിഞ്ഞ് നേരെ ഫങ്ഷണൽ കൺസൾട്ടന്റ് ഒരു ജോബിലോട്ട് വന്നു കഴിഞ്ഞാൽ അയാളുടെ 5 year ആകുമ്പോൾ അയാളുടെ സാലറി എത്രയായിരിക്കും? എന്തെങ്കിലും ഒരു ഗസ് ചെയ്യും? നോ ഐഡിയ. ഓക്കെ, ബേസിക്കലി നല്ലൊരു CA കഴിഞ്ഞിട്ടുള്ള ഒരാൾ ഒരു 5 year എക്സ്പീരിയൻസ് ഈ ഫങ്ഷണൽ കൺസൾട്ടന്റ് പ്രൊഫൈലോട്ട് വന്ന് ഒരു 5 year എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ കേരളത്തിൽ അയാൾക്ക് സാലറി എന്ന് പറയുന്നത് ഒരു 25 to 30 lakh ആയിരിക്കും. അത്രയുണ്ട്. അതെ, പെർ ആനം 25 to 30 LP ആയിരിക്കും അവരുടെ സാലറി. അത് ഒരു CA കഴിഞ്ഞ ആൾക്ക്. അപ്പൊ MBA കഴിഞ്ഞ ആൾക്കാരാണെങ്കിലോ, ഒരു ഫങ്ഷണൽ കൺസൾട്ടന്റ് ആകണമെങ്കിലോ
MBA കഴിഞ്ഞ് ഒരു എന്താ പറയുക ഒരു സപ്ലൈ ചെയിനിൽ MBA ഇൻ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് അല്ലെങ്കിൽ MBA ഇൻ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കഴിഞ്ഞ് ഒരു 5 to 10 ഇയർ ഇൻ ബിറ്റ്വീൻ 5 to 10 ഇയർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് കേരളത്തിലെ ആൾക്ക് മാക്സിമം ഒരു മേ ബി ഒരു 10 lakh 12 lakh ആയിരിക്കും ആളുടെ സാലറി കിട്ടും. ഇവർക്കും അറൗണ്ട് ഇപ്പോൾ അവരൊരു ഫങ്ഷണൽ കൺസൾട്ടന്റ് എന്നുള്ള രീതിയിൽ അവരുടെ ആനുവൽ ഇൻകം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു 5 year കൊണ്ട് അവർക്ക് ഈസിലി അവർക്ക് 20 lakh to 25 lakh ഇയർലി സാലറി നമുക്ക് കൊടുക്കാം. ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ CA MBA പോലുള്ള ആൾക്കാരല്ലേ, ഇതൊന്നും അല്ലാതെ ഒരു സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഒരാളെന്ന് വിചാരിക്കും. ഒരു സ്റ്റുഡൻറ്റ് ഒരു BCom കഴിഞ്ഞാൽ MCom കഴിഞ്ഞ് നിൽക്കുന്ന ഒരാൾക്ക് അവർക്ക് ഫങ്ഷണൽ കൺസൾട്ടൻ്റ് ആകാനായിട്ട് അവരെന്താ ചെയ്യണ്ടേ? ഓക്കെ, ഇപ്പോൾ അതൊക്കെ ഞാൻ അതിന് മുന്നേ ഒരു കേസ് ഞാൻ പറയാം. ബേസിക്കലി നമ്മൾ നമ്മുടെ ദ സൊല്യൂഷൻ കൺസൾട്ടിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ ഓർഗനൈസേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 2016 ദുബായിലാണ്. ഇന്ത്യയിൽ നമ്മൾ ഹൈദരാബാദിലാണ് നമ്മുടെ ആദ്യത്തെ ഓഫീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഹൈദരാബാദിൽ 2019 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് 2020 എൻഡിലാണ് നമ്മുടെ പുതിയ ഓഫീസ് നമ്മൾ കൊച്ചിയിൽ നമ്മൾ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തത്. 2020 ഞാൻ ജോയിൻ ചെയ്യുന്നത്, എൻഡ് ഓഫ് 2020. സോ ആ ടൈമിൽ ഞാൻ ആക്ച്വലി ഫേസ് ചെയ്ത വലിയൊരു പ്രശ്നം എന്താണെന്ന് അറിയോ? റിസോഴ്സസ്. ആസ് എൻ HR മാനേജർ ആക്ച്വലി എനിക്ക് ഞാൻ കുറച്ച് മലയാളികളെ നമുക്ക് എന്താ പറയുക ഒരു പ്രൊഫൈൽസ് ഒരു ഫങ്ഷണൽ കൺസൾട്ടൻ്റ് എന്നുള്ള രീതിയിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ ഞാൻ എടുക്കാൻ നോക്കിയിട്ട് എനിക്ക് നടന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കിട്ടാനായിട്ട്. അതെ അതെ അതെ. പക്ഷേ നേരെ മറിച്ച് നമ്മൾ ഹൈദരാബാദ് നോക്കുകയാണെങ്കിൽ ഹൈദരാബാദ് എൻ്റെ ഒരു ഹബ്ബാണ്, ERPയുടെ ഒരു ഹബ്ബാണ്, ഐ മീൻ ഡൈനാമിക്സിൻ്റെ ഒരു ഹബ്ബാണ് ഹൈദരാബാദ്. ഡൽഹി, നോയിഡ, പിന്നെ ബാംഗ്ലൂർ, ഇവിടെയൊക്കെ നിറയെ റിസോഴ്സസ് ഉണ്ട്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടുന്ന് റിസോഴ്സസിനെ നമ്മൾ ഹയർ ചെയ്യാണ് ചെയ്യുന്നത്. നല്ല സാലറി കൊടുത്തിട്ട് അവിടുന്ന് ഹയർ ചെയ്യുന്നു. നിങ്ങളിപ്പോൾ ഇന്റർവ്യൂ നടത്തുമ്പോൾ എത്ര പേയ്മെന്റ് കൊടുത്ത ആൾക്കാർ ഇന്റർവ്യൂ നടത്തുന്നത് പെർ ആനം എന്തൊക്കെയാണ് നിങ്ങൾ ഓഫർ ചെയ്യുന്നത്? ബേസിക്കലി അവരുടെ ഒരു ഫോർ എക്സാമ്പിൾ 5 year എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്കൊരു 25 LP ആണ് ഇപ്പോൾ കറന്റ് സാലറി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു 20 to 30% നമ്മൾ ഹൈക്ക് കൊടുത്തിട്ട് തന്നെ നമ്മൾ എടുക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലെ കാര്യമല്ലോ. ഇപ്പോൾ വിദേശത്തൊക്കെയാണ്, ഇപ്പോൾ GCC-ലൊക്കെയാണ് എന്താ സാധ്യത? ഈ ഒരു പെർട്ടിക്കുലർ ERPക്ക് വേൾഡ് വൈഡ് സാധ്യതയുണ്ട്. ഇപ്പോൾ GCC മാത്രമല്ല, ബേസിക്കലി എന്താ പറയുക യൂറോപ്പിലും ആണെന്നുണ്ടെങ്കിലും എല്ലായിടത്തും വേൾഡ് വൈഡ് നമുക്ക് സാധ്യതകളുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതൊരു മൈക്രോസോഫ്റ്റിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ബേസിക്കലി. ഓക്കെ, മൈക്രോസോഫ്റ്റിൻ്റെ വേൾഡ് വൈഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അതാണെന്നുണ്ടെങ്കിൽ അതൊരു ഒരുപാട് വലിയ വലിയ ഓർഗനൈസേഷൻസ് യൂസ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ്. ഓക്കെ, വേൾഡ് വൈഡ് സാധ്യതയുണ്ട്. അതെ, അപ്പോൾ അതനുസരിച്ച് അവിടുത്തെ സാലറി സ്കെയിലും വളരെ ഹൈ ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കൺസൾട്ടൻ്റ് ആയെന്ന് വിചാരിക്കാം. ഞാനൊരു കൺസൾട്ടൻ്റ് ആയിക്കഴിഞ്ഞാൽ എൻ്റെ കരിയറിൻ്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും പോകുന്നത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ആള് വന്നു, ഒരു CA കഴിഞ്ഞൊരു എന്താ പറയുക CA ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾ വന്നു. നമ്മളിപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കോഴ്സ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. മൈക്രോസോഫ്റ്റിന്റെ ERP ഈ ഡൈനാമിക്സ് 365 ചെയ്യാൻ D365 നമ്മളൊരു കോഴ്സ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ശരി. അപ്പോൾ ബേസിക്കലി അവർ വന്ന് ജോയിൻ ചെയ്ത് ആ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അബ്സോർബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് അസോസിയേറ്റ് ഫങ്ഷണൽ കൺസൾട്ടന്റ് എന്നുള്ള പോസ്റ്റിലായിരിക്കും അവർ സ്റ്റാർട്ട് ചെയ്യുക. അസോസിയേറ്റ് ഫങ്ഷണൽ കൺസൾട്ടന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫങ്ഷണൽ കൺസൾട്ടന്റ് ആവും. അത് കഴിഞ്ഞ് സീനിയർ ഫങ്ഷണൽ കൺസൾട്ടന്റ് ആവും. പിന്നെ ടീം ലീഡ്, പിന്നെ ഒരു പ്രോജക്ട് മാനേജർ, സീനിയർ പ്രോജക്ട് മാനേജർ, പിന്നെ സൊല്യൂഷൻ ആർക്കിടെക്ട്, അങ്ങനെ ആ ലെവലിൽ പോകും നമ്മുടെ ഒരു. അപ്പോൾ എന്തായാലും കരിയർ നല്ലപോലെ ഗ്രോത്തിലേക്ക് തീർച്ചയായിട്ടും. ഇതെങ്ങനെയാണ് പഠിക്കാൻ സാധിക്കുക? നിങ്ങളെ പഠിക്കാനായിട്ട് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നത്? അതെ, നമ്മളിപ്പോൾ ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഇവിടെ കേരളത്തിൽ ഈ ഒരു റിസോഴ്സസ് വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ സമയത്ത് എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ ഒരുപാട് പേരെ പുറത്തുനിന്ന് തന്നെ നമ്മളന്ന് എടുത്തായിരുന്നത്. പിന്നീട് നമ്മൾ മലയാളി കുറച്ച് പേരെ കിട്ടാൻ വേണ്ടിയിട്ട് ആ ടൈമിൽ നമ്മൾ കുറച്ച് പേരെ നമ്മൾ CA ക്വാളിഫൈഡ് ആയിട്ടുള്ള സെമി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെയും പിന്നെ സപ്ലൈ ചെയിനിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ കുറേ പേരെ നമ്മളന്ന് എടുത്ത് ഫ്രഷേഴ്സിന് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ കേരളത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് റിക്രൂട്ട്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. എടുത്ത് അവർക്ക് നമ്മളൊരു ഫ്രീ ട്രെയിനിങ് അന്ന് കൊടുത്തായിരുന്നു. ഒരു 3 months 6 months ട്രെയിനിങ് കൊടുത്ത് ട്രെയിനി ഫങ്ഷണൽ കൺസൾട്ടന്റ് എന്നുള്ള പ്രൊഫൈലെടുത്ത് ട്രെയിനിങ് കൊടുത്ത് അവർക്ക് ഈ ഒരു ഡൈനാമിക്സ് എന്താണെന്നുള്ള കാര്യങ്ങൾ അവരെ A to Z അവരെ പഠിപ്പിച്ചെടുത്ത് അവരെ അസോസിയേറ്റ് ഫങ്ഷണൽ കൺസൾട്ടന്റ് ആയിട്ട് നമ്മളെ കമ്പനിയിലോട്ട് അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ഇതിന്റെ കോഴ്സ് റൺ ചെയ്യുന്നുണ്ട്? അതെ, ഇപ്പോൾ ആക്ച്വലി നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്
നമ്മളൊരു കോഴ്സ് ഈ ഒരു ഡൈനാമിക്സ് 365 എന്നൊരു ERP ബേസിക്കലി ജനങ്ങൾക്ക് അറിയില്ല എന്താണെന്നുള്ളതിനൊരു എന്താ പറയുക അധികം ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ ഇത് ഒന്ന് പോപ്പുലറൈസ് ചെയ്യാനും അതിലോട്ടുള്ള ജോലി സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ള ജനങ്ങളിലോട്ട് എത്തിക്കണം. ഇപ്പം നമ്മൾ സംസാരിച്ചനുസരിച്ചിട്ടേ ഇപ്പം പറഞ്ഞല്ലോ, ഇപ്പം ഹൈദരാബാദും അതുപോലെ തന്നെ ബാംഗ്ലൂരും ഒക്കെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫങ്ഷണൽ കൺസൾട്ടന്മാരുണ്ട്. നമ്മുടെ കൊച്ചി പാവം അതിലൊന്നും ഇല്ല, ആളുകൾ ഭയങ്കര ഒരുപക്ഷെ അവയർനെസ് ഇല്ലായ്മയായിരിക്കും. അപ്പോൾ അതൊരു നികത്തി കഴിഞ്ഞാലാണ് അവർക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാകുക. നിങ്ങൾക്കും ഒരുപാട് ഇങ്ങനത്തെ ഫങ്ഷണൽ കൺസൾട്ടന്മാരെ ആവശ്യവുമുണ്ട് അല്ലേ നിങ്ങളുടെ കമ്പനിക്ക്. അപ്പോൾ അതിനൊരു എന്തായാലും ഒരു ആളുകളിത് പഠിപ്പിക്കണം അല്ലേ? അതിന് നിങ്ങൾ എന്താ ആക്ച്വലി ചെയ്യുന്നത്? ഈ ഫങ്ഷണൽ കൺസൾട്ടന്റ് എന്നുള്ളൊരു പ്രൊഫൈല് കേരളത്തിൽ അത്ര പോപ്പുലർ അല്ല. ഡൈനാമിക്സ് 365 എന്നുള്ളൊരു ERPയും അതിലൊരു ഫങ്ഷണൽ കൺസൾട്ടന്റ് എന്നുള്ളൊരു കരിയറും ആക്ച്വലി കേരളത്തിലെ ജനങ്ങൾക്ക് അധികം അറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആക്ച്വലി ഇപ്പോൾ ഒരു കോഴ്സ് റൺ ചെയ്യാൻ പോകുന്നുണ്ട്. നെക്സ്റ്റ് മന്ത് നമ്മളത് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക്കലി അതിൽ നമ്മൾ മൂന്നായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ആ കോഴ്സിനെ. ഇനീഷ്യലി ഒരു 10 hours ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. അതൊരു ഫൗണ്ടേഷണൽ ട്രെയിനിങ് പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നത്. ഫീസ് ഇല്ല, കംപ്ലീറ്റ്ലി ഫ്രീ. ഓഫ്ലൈൻ ആണോ ഓൺലൈൻ ആണോ? ഇത് ഓഫ്ലൈൻ ആണ്. ഓൺലൈൻ ഇല്ല, എല്ലാം ഓഫ്ലൈൻ ആണ്. അതെ, എല്ലാം ഓഫ്ലൈൻ ആണ്. നമ്മളുടെ ഓഫീസ് വന്നിട്ട് തൃക്കാക്കരയാണ്. തൃക്കാക്കര ഭാരത് മാതാ കോളേജിന്റെ ഏകദേശം ഓപ്പോസിറ്റ് ആയിട്ട് വരും. ഒരു ബേസിക് കോഴ്സ് 10 മണിക്കൂർ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അതെ. രണ്ടാമത്തത് മോഡ്യൂൾ സ്പെസിഫിക് ട്രെയിനിങ് ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഇപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഫങ്ഷണൽ കൺസൾട്ടൻസ്, ഫിനാൻസ് ഫങ്ഷൻസ് ഉണ്ടാവും, സപ്ലൈ ചെയിൻ ഫങ്ഷണൽ കൺസൾട്ടൻസ് ഉണ്ടാവും, HRM പേറോൾ ഉണ്ടാവും, അങ്ങനെ പലതരത്തിലുള്ള ഫങ്ഷണൽ കൺസൾട്ടൻസ് ഉണ്ടാവും. ഈ ഫങ്ഷണൽ കൺസൾട്ടൻസിന്റെ മോഡ്യൂളായിട്ട് സ്പെസിഫിക് ആയിട്ട് നമ്മൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കും. അതാണ് സെക്കൻഡ് ലെവൽ ഓഫ് ട്രെയിനിങ്. അത് ആക്ച്വലി പെയ്ഡ് ട്രെയിനിങ് പ്രോഗ്രാം ആണ്. എത്ര മണിക്കൂർ? 60 മണിക്കൂറിന്റെ ട്രെയിനിങ് പ്രോഗ്രാം ആണത്. 50,000 രൂപയാണ് നമ്മൾ മൂന്നാമത്. അതിൽ നിന്ന് അത് കഴിയുമ്പോൾ നമ്മൾ അവിടെ ഒരു ഫിൽട്രേഷൻ ഉണ്ടാവും. അവിടെ ഒരു ഫിൽട്രേഷൻ കഴിഞ്ഞ് അതിൽ സെലക്ട് ആവുന്ന ആൾക്കാരാണ് അടുത്ത ലെവലിലോട്ട് പോവാം, അഡ്വാൻസ് ലെവൽ ട്രെയിനിങ്ങിലോട്ട് പോവാം. ഓക്കെ, അഡ്വാൻസ് ലെവൽ ട്രെയിനിങ് ഒരു 50 hours-ന്റെ ഒരു ട്രെയിനിങ്, 50 മണിക്കൂറിന്റെ ട്രെയിനിങ് ആണ്. അത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. കമ്പനി സ്പോൺസർ ചെയ്യുന്ന ഒരു ട്രെയിനിങ് ആണ്. ഇത് പാസ്സായി കഴിഞ്ഞാൽ അതിലേക്ക് അവന് പോകാൻ പറ്റും. അതെ. അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഫങ്ഷണൽ കൺസൾട്ടന്റായിട്ട് അവന് ജോലി കിട്ടുകയും ചെയ്യും. അതെ. അഡ്വാൻസ് ലെവൽ ട്രെയിനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കാൻഡിഡേറ്റ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ആളെ അബ്സോർബ് ചെയ്യും. കാരണം നമുക്ക് ഒരുപാട് റിക്വയർമെന്റ് ഉണ്ട്. ഇപ്പോൾ ഫങ്ഷണൽ കൺസൾട്ടന്റ് റിക്വയർമെന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ തന്നെ അവരെ അബ്സോർബ് ചെയ്യും. അല്ലെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് ഡൈനാമിക്സിൽ കുറെ കമ്പനീസ് ഇപ്പോൾ വരുന്നുണ്ട്. കേരളത്തിൽ ഒരുപാട് ജോലി സാധ്യതകൾ വളർന്നു വരുന്നുണ്ട്. അതുമാതിരി ബാംഗ്ലൂർ ആണെന്നുണ്ടെങ്കിലും ഹൈദരാബാദ് ആണെന്നുണ്ടെങ്കിലും ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. ഇപ്പോൾ വേൾഡ് വൈഡ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. അപ്പോൾ അവിടേക്ക് എന്തായാലും ഒരു ജോലി സാധ്യതയുള്ള കോഴ്സ് തന്നെയാണ് ഇത്. തീർച്ചയായിട്ടും. ഈ കാൻഡിഡേറ്റിന് വേണ്ട ഒരു ക്വാളിറ്റി എന്താണ് ആക്ച്വലി വേണ്ടത്? ഈ ഒരു ഫങ്ഷണൽ കൺസൾട്ടന്റ് എന്നുള്ള പ്രൊഫൈലിലോട്ട് വരുന്ന ആൾക്കാർക്ക് വേണ്ട മെയിൻ ക്വാളിറ്റി എന്ന് പറയുന്നത് നോളജാണ്. അക്കാഡമിക്കൽ ക്വാളിഫിക്കേഷനുപരി ആ ഒരു പെർട്ടിക്കുലർ ഇപ്പോൾ ഫിനാൻസ് ഫങ്ഷണൽ കൺസൾട്ടന്റ് ഫിനാൻസിലുള്ള അവരുടെ ഒരു ഇൻഡെപ്ത് നോളജാണ്. സപ്ലൈ ചെയിൻ ആണെന്നുണ്ടെങ്കിൽ ആ സപ്ലൈ ചെയിനിലുള്ള അവരുടെ ഒരു ഇൻഡെപ്ത് നോളജാണ്. ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പോയിട്ട് ഫങ്ഷണൽ കൺസൾട്ടൻ്റ് ആയി ഇവരൊരു പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഡീൽ ചെയ്യാൻ പോകുന്നത് വലിയ വലിയ MNCs-ന്റെ ഒരു കീ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരായിട്ടാണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവരുടെ ഒരു ബിസിനസ് റിക്വയർമെന്റ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ടുള്ളൊരു കേപ്പബിലിറ്റി അവർക്ക് വേണം. അതെ, ആ ഒരു ബിസിനസ് റിക്വയർമെന്റ് മനസ്സിലാക്കാനുള്ളൊരു ഒരു കേപ്പബിലിറ്റി അവർക്ക് ഉണ്ടായിരിക്കണം. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അതേമാതിരി അഡാപ്റ്റബിലിറ്റി വലിയൊരു ഫാക്ടറാണ്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് മെയിനായിട്ട് അവർക്ക് വേണ്ടത്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ പറഞ്ഞ പോലെ മൈക്രോസോഫ്റ്റിൻ്റെ ഈ ഒരു ERP സിസ്റ്റം പഠിച്ചു കഴിഞ്ഞാൽ ഇതെന്നറിയാം, ഇത് ഒബ്വിയസ്ലി ഒരു പബ്ലിക്കായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ട ഒരു പോഡ്കാസ്റ്റ് അല്ല. വളരെ സ്പെസിഫിക്കലി വളരെ ടെക്നിക്കലിയാണ് ഈ കാര്യങ്ങളെല്ലാം പോകുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പം ഈ സ്റ്റുഡൻസിനൊക്കെ പഠിക്കാൻ പറ്റുമോ? സ്റ്റുഡൻസ് ഫോർ എക്സാമ്പിൾ BCom MCom ഒക്കെ കഴിഞ്ഞ ആൾക്ക് ഒരു ERP BCom MCom കഴിഞ്ഞ ആളുകളെ നമ്മൾ പ്രിഫർ ചെയ്യുന്നില്ല. കുറച്ചുകൂടെ ഒരു വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കും ഇതിലേക്ക്. ഒരു അക്കൗണ്ടന്റ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ, ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിയുടെ ഒരു അക്കൗണ്ടന്റ് ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ ഈ ERP കുറിച്ച് പഠിക്കാൻ ഒരു MCom അല്ലെങ്കിൽ MBA കഴിഞ്ഞാൽ ഫിനാൻസ് കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. അയാളൊരു അക്കൗണ്ട്സ് ഫീൽഡിൽ ഒരു 5 to 10 year എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. ആൾക്ക് അത്യാവശ്യം നല്ല ഫിനാൻസ് എക്സ്പീരിയൻസ് ഉണ്ട്, എക്സ്പോഷർ കിട്ടിയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആൾക്കാർ കോഴ്സ് അതിന് വേണ്ടിയിട്ടാണ് ബേസിക്കലി നമ്മളിതൊരു 2 മണിക്കൂറിന്റെ ട്രെയിനിങ് ആക്കിയിട്ടുള്ളത്. അത് ഈവനിങ് ടൈമിൽ ഒരു 2 hours ഒരു ട്രെയിനിങ് ആയിട്ട്, അതായത് വർക്കിംഗ് ക്ലാസ് ആൾക്കാർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളത് ചെയ്തത് അതുകൊണ്ടാണ്.
അപ്പോൾ എന്തായാലും ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിന് ആളുകൾ താങ്കളെ വിളിക്കും. നമ്മുടെ ആളുകൾക്കൊക്കെ ഒന്ന് സഹായിക്കും. എല്ലാവർക്കും ഇപ്പം എന്തായാലും ഇപ്പം എല്ലാ ആൾക്കും ഒരു ഫിനാൻഷ്യലി സെക്യൂർ ആകുക, അല്ലെങ്കിൽ നല്ല ജോലി കിട്ടുക എന്ന് എല്ലാവർക്കും ആഗ്രഹമല്ലേ. അതെ. അപ്പം അതിന് സന്തോഷം. ഈ കാര്യങ്ങൾ നമ്മുടെ ആളുകളിലേക്ക് പറഞ്ഞു. വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.